Hello students, welcome back to the electrodynamics classes for Kerala PSC Fingerprint Search Examination. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ടോർക്ക് ഓൺ എ കറണ്ട് ലൂപ്പ് ആണ്. ടോർക്ക് ഓൺ എ കറണ്ട് ലൂപ്പ് അഥവാ മാഗ്നറ്റിക് ഡൈപോൾ. അപ്പോൾ നമുക്കിവിടെ രണ്ട് കേസസ് പഠിക്കണം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ കറണ്ട് ലൂപ്പ് ആണ്. റെക്റ്റാങ്കുലർ കറണ്ട് ലൂപ്പ്. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു റെക്റ്റാങ്കുലർ കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എത്രയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ ആണ് നമുക്കൊരു റെക്റ്റാങ്കുലർ ലൂപ്പ് ഉണ്ട്. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് ഉണ്ട് നമുക്കിവിടെ. ഇത് യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സ്ട്രോങ് പോൾസിനിടയിലായിട്ട് വെച്ചിരിക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു അറേഞ്ച്മെന്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് നമ്മളിവിടെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. I എന്ന് പറയുന്ന കറണ്ടാണ് ഇതിലൂടെ ഒഴുകുന്നത്. ഓക്കെ, ഇനി ഈ റെക്റ്റാങ്കുലർ ലൂപ്പിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. ലെങ്ത്തും വിഡ്ത്തും വരുന്നത് എയും ബിയും ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എ ബിയും സി ഡിയും ബി ആണ്, ബി സിയും എ ഡിയും എ ആണ്. ഓക്കെ, നമ്മളിവിടെ റൊട്ടേഷൻ ആക്സിസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവരുടെ സെന്ററിൽ കൂടെ നമ്മൾ റൊട്ടേഷൻ ആക്സിസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കുന്നത് the rectangular loop is placed such that the uniform magnetic field B is in the plane of the loop. In the plane of the loop. അതായത് ബിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് റെക്റ്റാങ്കുലർ ലൂപ്പ് വെച്ചിരിക്കുന്ന പ്ലെയിനും സെയിം ആണ്. സെയിം പ്ലെയിനിലാണ് വരുന്നത്. ഓക്കെ, അതായത് അവർ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അതാണ്. അപ്പം നമ്മളിവിടെ നോക്കിയാൽ നമുക്കിവിടെ എ ബി എന്ന് പറയുന്ന ഡയറക്ഷൻ എടുക്കുകയാണ്. എ ടു ബി എടുക്കുകയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് F1 നമുക്ക് കൊടുക്കാം. F1 ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബിൽ സൈൻ തീറ്റയാണ് അല്ലെ, BIL സൈൻ തീറ്റ, അല്ലെങ്കിൽ I × L ക്രോസ് ബി അഥവാ BIL സൈൻ തീറ്റ എന്ന് പറയും. BIL സൈൻ തീറ്റ. അപ്പൊ IB ഇവിടെ നമ്മൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ബി ആണ് അല്ലെ, സ്മോൾ ബി. അപ്പൊ ബി ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെ സൈൻ തീറ്റ വരുന്നത് എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്, കറണ്ട് ഡയറക്ഷൻ ഇതാണ്, അപ്പം ലെങ്ത് ഡയറക്ഷൻ അതാണ്, എല്ലിന്റെ ഡയറക്ഷൻ. ഇപ്പൊ രണ്ട് ഡയറക്ഷനും കൂടെ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി. അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ BIB എന്ന് വരും. സൈൻ 91 ആണ്. അപ്പൊ F1 BIB എന്ന് വരും. ഓക്കെ, അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ ബി ടു സി എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, അവിടെ വരുന്നത് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ സെയിം ആണ് അല്ലേ. ലെങ്ത് ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും സെയിം ആണ്. ലെങ്ത് വെക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് തന്നെ സൈൻ 0 വരും. സൈൻ 0 0 ആണ്. അപ്പോൾ ബി സിയിൽ ഫോഴ്സ് ഇല്ല. അതുപോലെ തന്നെ എ ഡിയിലും അതേപോലെ ആണ്. സൈൻ 180 വരും. അപ്പോഴും 0 ആണ്. അപ്പോഴും എന്തില്ല? നമ്മളുടെ ഫോഴ്സ് ഇല്ല അവിടെ. അപ്പൊ അവിടെയും 0 ആണ് വരുന്നത്. അപ്പൊ ബി സിയിലും എ ഡിയിലും ഫോഴ്സ് ഇല്ല. ആൻഡ് സി ഡി നോക്കുകയാണെങ്കിൽ നമുക്ക് F2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. F2ലും മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ BIB എന്ന് തന്നെ വരും. BIB എന്ന് തന്നെ വരും. ഓക്കെ, BIB എന്ന് തന്നെ വരും. അപ്പൊ F1ഉം F2ഉം സെയിം ആണ് മാഗ്നിറ്റ്യൂഡ്. ആൻഡ് നെറ്റ് ഫോഴ്സ് 0 ആണ്. കാര്യം അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. F1 F2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് നമുക്ക് 0 ആണെന്ന് പറയാം ലൂപ്പില്. പക്ഷേ ഒരു നെറ്റ് ടോർക്ക് ഉണ്ടാകും അവിടെ അല്ലേ. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിലും ഒരു നെറ്റ് ടോർക്ക് ഉണ്ടാകും. അപ്പൊ എങ്ങനെയാ നെറ്റ് ടോർക്ക് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. F1 ഫോഴ്സ് ഇൻറ്റു അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ റൊട്ടേഷൻ ആക്സിസ് ഇവിടെ എടുത്തിരിക്കുകയാണ്. സെന്ററിലായിട്ടാണ് നമ്മൾ റൊട്ടേഷൻ ആക്സിസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റൊട്ടേഷൻ ആക്സിസിൽ നിന്നും കണ്ടക്ടർ
നമ്മൾ ഈ ലെങ്ത് വരെ എടുക്കുകയാണെങ്കിൽ അത് a/2 ഡിസ്റ്റൻസ് ആണ് വരുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. സെൻട്രൽ നിന്നും ഈ എൻഡ് വരെ a/2 ഡിസ്റ്റൻസ് ആണ്. രണ്ട് എൻഡ് വരെയും a/2, AB വരെയും CD വരെയും a/2 ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ F1 ഫോഴ്സിൻ്റെ കൂടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് a/2 പ്ലസ് F2 ഫോഴ്സിൻ്റെ കൂടെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് a/2 ആണ്. അപ്പോൾ F1 ഇൻറ്റു a/2 പ്ലസ് F2 ഇൻറ്റു a/2 എന്ന് വരും. F1 F2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ BIB a/2 പ്ലസ് BIB a/2 വരും. B ഇൻറ്റു AB ഇൻറ്റു I വരും. A ഇൻറ്റു B എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആണ് അല്ലേ. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ BIA എന്ന് വരും. ക്യാപിറ്റൽ A ഇസ് ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ വരിക? BIA, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ഏരിയ. അതാണ് ഒരു റെക്റ്റാങ്കുലർ കറണ്ട് ലൂപ്പിലുള്ള ടോർക്ക് എന്ന് പറയുന്നത്. ഒരു റെക്റ്റാങ്കുലർ കറണ്ട് ലൂപ്പ് എപ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്ലെയിനും ലൂപ്പിന്റെ ഡയറക്ഷനും സെയിം ആണ്. നമ്മൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് പ്ലെയിൻ ഓഫ് ദി ലൂപ്പ് വരുന്നത് എങ്കിൽ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് BIA ആണ്. ശ്രദ്ധിക്കണം, കേസ് ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും നമ്മൾ റെക്റ്റാങ്കുലർ ലൂപ്പും ഒരേ പ്ലെയിനിലാണ് ഇരിക്കുന്നതെങ്കിൽ ടോർക്കിന്റെ ഇക്വേഷൻ B ഇൻറ്റു I ഇൻറ്റു A ആണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8301981157 അല്ലെങ്കിൽ 9188312157. അപ്പം നമ്മളുടെ റീസെൻ്റ് റിസൾട്ട്സിൻ്റെ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് നമുക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ക്ലാസ്സസ് അവൈലബിൾ ആക്കണം. നിങ്ങൾക്കും റെഗുലർ ആയിട്ട് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു റെഗുലർ ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സസും വീക്ക്ലി അസസ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സ്പാർട്ടൻസിന് മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. ഈ ലൂപ്പ് ഏതൊരു ആംഗിളിൽ അലൈൻ ചെയ്താലും എങ്ങനെയായിരിക്കും ടോർക്ക് വരുന്നതെന്ന്. നേരത്തെ നമ്മൾ ഒരേ പ്ലെയിനിലാണ് അലൈൻ ചെയ്തത്. ഇപ്പോൾ നമ്മൾ തീറ്റ ഡീവിയേഷൻ കൊടുക്കുകയാണ് ഇവിടെ. അതായത് നമ്മൾ ആ ലൂപ്പ് ഒന്ന് ചരിച്ച് വെക്കുകയാണ്. അപ്പം നമുക്ക് ഏത് ഡയറക്ഷനിൽ ലൂപ്പ് ഇരുന്നാലും ടോർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മളുടെ പ്ലെയിൻ ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. തീറ്റയായിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിതുപോലെ തന്നെ എല്ലാ ആംസിലും ഫോഴ്സസ് ഉണ്ടാവും, എല്ലായിടത്തും ഫോഴ്സസ് ഉണ്ടാവും. അപ്പോൾ ABCD എന്ന് പറയുന്ന ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ BCDA ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഫോഴ്സസ് ഓൺ BCDA ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ABCD ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇവിടെയും F1ഉം F2ഉം എടുക്കുകയാണെങ്കിൽ F1 ഈക്വൽ ടു F2 ഈക്വൽ ടു എന്ത് വരും? BIA തന്നെ വരും. നമ്മളിവിടെ A ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. BIA വരും, BIA. ഓക്കെ, അപ്പം ഇനി നമ്മൾ ടോർക്ക് എഴുതുവാണെങ്കിൽ F1 A/2 ഇവിടെ സൈൻ തീറ്റ വരും. എന്തുകൊണ്ടാണ് സൈൻ തീറ്റ വരുന്നത്? അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഡയറക്ഷൻ അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളിവിടെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇത്രയാണ് A/2, ഇതാണ് A/2. നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടത് എന്താ? ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്, ഈ ആംസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലേ. അപ്പം നമ്മളിവിടെ എന്താ എടുക്കുന്നത്? നമുക്ക് A/2 സൈൻ തീറ്റ എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് കിട്ടും. A/2
സൈൻ തീറ്റ, a/2 സൈൻ തീറ്റ, നമ്മളിവിടെ തീറ്റ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ a/2 സൈൻ തീറ്റ എടുക്കുമ്പോഴാണ് നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ f1 × a/2 സൈൻ തീറ്റ പ്ലസ് f2 × a/2 സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഇവിടെ b ആണ് കേട്ടോ, b ആണ് ഇവിടെ, ഒന്ന് തിരുത്തിക്കോണേ, ഇവിടെ b ആണ്. ഓക്കെ, അപ്പോൾ f1 a/2 സൈൻ തീറ്റ പ്ലസ് f2 a/2 സൈൻ തീറ്റ, ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, b ആയിട്ട് എടുത്തോണം. ഓക്കെ, നമ്മൾ f1 f2 bib ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? bib a × സൈൻ തീറ്റ, എ ബി വരും, എ ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ a × b. അപ്പോൾ bib സൈൻ തീറ്റ എന്ന് വരും, സൈൻ തീറ്റ. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ BIA സൈൻ തീറ്റ. അപ്പോൾ നേരത്തെ നിന്നുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ സൈൻ തീറ്റയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്ലെയിനും കൂടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റിന്റെ ടേംസിൽ എഴുതാനാണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ? I × A, കറണ്ട് ഇൻറ്റു ഏരിയ. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ കറണ്ട് ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ I × A നമുക്ക് m എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? MB സൈൻ തീറ്റ എന്ന് വരും, MB സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ MB സൈൻ തീറ്റ എന്ന് വരും. നമുക്ക് M × B എന്ന് എഴുതാം അല്ലേ, M × B. അപ്പോൾ വെക്ടർ ഇക്വേഷൻ ടോർക്ക് = M × B വരും, M × B. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോർക്കിന്റെ ഇക്വേഷൻ. എപ്പോഴാണ് ജനറൽ ഇക്വേഷൻ, മോസ്റ്റ് ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോ = M × B, വേർ M = I × A ആൻഡ് നമ്മളത് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ MB സൈൻ തീറ്റ ഓർ BIA സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി ഇത് ഒരു ടേണേ ഉള്ളെങ്കിൽ, ഒറ്റ ലൂപ്പ് ഉണ്ടെങ്കിലുള്ള കേസാണ്. നമുക്ക് n ടേൺസ് ഉണ്ടെന്ന് വെച്ചോ, അതായത് ഒരുപാട് നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, n ടൈംസ് ഇങ്ങനെ ചുറ്റി 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 വരികയാണെങ്കിൽ എന്നും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ M = NIA എന്ന് വരും, NIA. ഇക്വേഷൻ M × B തന്നെയാണ്, പക്ഷേ എമ്മിൻ്റെ കൂടെ n മൾട്ടിപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് കേസസിലുള്ള ടോർക്കിന്റെ ഇക്വേഷൻ. അപ്പോൾ റെക്റ്റാങ്കിൾ ആയിരിക്കുമ്പോൾ നമ്മൾക്കിവിടെ തീറ്റ കൊടുത്താൽ മതി, തീറ്റ എന്താണ്? തീറ്റ മാറി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആംഗിൾ തീറ്റ വരുമ്പോൾ ടോ = BIA സൈൻ തീറ്റ എന്ന് വരും. നമ്മളുടെ മാഗ്നറ്റിക് മൊമെന്റിന്റെയും ബിയുടെയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ റെക്റ്റാങ്കുലർ ലൂപ്പിന്റെ കേസിൽ BIA മാത്രമേ ഉള്ളൂ. ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.